അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രാത്തിൻ്റെ നോമ്പാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു തലേന്നത്തെ കറിയൊക്കെ ചൂടാക്കി അപ്പോൾ കഴിക്കാമെന്ന് ഓർത്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇക്കാനെ പോയി വിളിച്ചതിന് ശേഷമാണ് മേശപ്പുറത്തെല്ലാം ഇതാക്കിയത്. ഞാനും ഇക്കായും ഉമ്മച്ചിയാണ് നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ ഇക്കാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അപ്പോഴത്തേക്കും മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് ക്യാബേജ് ഒലുത്താന്ന് വിചാരിച്ചു. അപ്പം ക്യാബേജ് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച് ആ ടൈം ആകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇക്കായൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ കഴുകി വെച്ചേ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ ഇക്കാക്ക് അതേ പള്ളിയിലേക്ക് പോവുകയാണ്. ഇക്കാക്ക പോയതിന് ശേഷം കൊണ്ട് വാപ്പച്ചിയും പോയത്. അങ്ങനെ അവരൊക്കെ പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ വീട്ടിൽ നിസ്കരിച്ചു കേട്ടോ. നിസ്കരിച്ചിട്ട് ഇച്ചിരി നേരം കിടക്കാമല്ലോ എന്ന് ഓർത്ത് പോയി കിടന്നു. പിന്നെ ഇച്ചിരി നേരം കിടന്നതിന് ശേഷം എണീച്ച് വന്നത് ക്യാബേജ് ഉലത്താന്ന് വിചാരിച്ചു. ഞാൻ മോനിക്ക് കുടിക്കാൻ വേണ്ടി ഇതേ ചായക്ക് വേണ്ടി പാലടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം ഇതേ ഉമ്മച്ചി അവിടെ ഇരുന്ന് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാൽ തിളച്ച് കഴിഞ്ഞപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴാണ് ഓർത്തത് യൂണിഫോം തേച്ചിട്ടില്ലല്ലോ എന്ന്. പിന്നെ യൂണിഫോം തേക്കാൻ വേണ്ടി പോയിട്ടോ. യൂണിഫോം തേച്ച് കഴിയുമ്പോഴാണ് പിന്നെ മെയിൻ ടാസ്ക് അവനെ വിളിച്ച് എണീപ്പിക്കണം. കുറേ നേരത്തിന് ശേഷം വിളിച്ചിട്ടാണ് അവൻ എണീച്ചത്. എണീച്ചപ്പോൾ തന്നെ ചെറിയൊരു മൂശാട്ട പോലെയാണ് എണീച്ച് വന്നത് ആൾ. അത് പിന്നെ ഓക്കെ ആയി ചായ കൊടുത്ത് കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും മോളും എണീച്ച് വന്നു കേട്ടോ. അത് പിന്നെ അവളെയും കുറച്ച് നേരം പുന്നരിച്ചിട്ട് പിന്നെ ഫുഡ് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും ക്യാബേജ് ഒലത്തിയും സ്നാക്സൊക്കെ എടുത്ത് വെച്ചു. ഇതേ അവൻ്റെ വണ്ടി വന്ന് അവൻ സ്കൂളിലേക്ക് പോയിട്ടോ. അത് പിന്നെ ടി വിയിൽ ഞാൻ പാട്ട് വെച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാട്ട് വെച്ചിട്ടാണ് അടിച്ചാരി തുടക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി തുടച്ചു. അപ്പോൾ മിഷീനത്തിൽ തുണി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ഊരി പിഴിഞ്ഞ് മേളിൽ കൊണ്ടുപോയി ഇട്ടോ. അപ്പോൾ മോളും എൻ്റെ പുറകെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും തുണിയിടാൻ വേണ്ടി പോയാലും അവൾ പറയും ഞാനും വരണ്ടെന്നും പറഞ്ഞ് അവൾ മേളിലൊന്നും ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് പിന്നെ മോളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ടോ. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അവൾക്ക് ചോറും കൊടുത്ത് അവളെയും കിടത്തി ഉറക്കി. ഇപ്പം ഞാനും കിടന്ന് ഉറങ്ങിയിട്ടോ. മോൻ വരാറായപ്പോഴാണ് പിന്നെ ഞാൻ എണീച്ച് മോൻ വരാൻ വേണ്ടി പുറത്തുനിന്ന് നോക്കിയിരിക്കുകയുണ്ട്. പിന്നെ മോൻ വന്നു. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൈ വെച്ച് മോൻ പൊത്തിയാണ് കേട്ടോ. പിന്നെ അവൻ്റെ ഷൂ കൂരി അകത്തേക്ക് വന്നു. പിന്നെ അവനെ കുളിപ്പിച്ച് ചായ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നിസ്കരിച്ച് മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് മാങ്ങയൊക്കെ അരിഞ്ഞ് ജ്യൂസൊക്കെ അടിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മച്ചി ഇടിയപ്പമൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നല്ല കളിയിലൊക്കെ കേട്ടോ. പിന്നെ മഗ്‌രിബ് കൊടുക്കാറായി. അപ്പോൾ കുമ്മട്ടിയും സമൂസയും ഈന്തപ്പഴമൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇക്കാക്ക വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് പോണേ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം കൊണ്ടുവന്നൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വച്ചിട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറന്ന് അതിൻ്റെ ഇടയ്ക്ക് മോൻ കൈ പൊട്ടി വേദനെടുക്കണമെന്നൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിച്ച് ഇക്കാക്ക പള്ളിയിലേക്ക് പോയിട്ടോ. ആ സമയത്ത് ഞാൻ പോയി നിസ്കരിച്ചു. ഞാനും ഉമ്മച്ചി എല്ലാവരും നിസ്കരിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്കും വാപ്പച്ചി ഇക്കാക്ക പള്ളിയിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ഇക്കാക്ക തലവേദന എടുക്കുമെന്ന് പറഞ്ഞ് ആവി കൊള്ളാൻ വേണ്ടി പോയി. പിന്നെ വാപ്പച്ചി ഒന്ന് യാസീനൊക്കെ ഓതി. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇടിയപ്പം മുട്ടക്കറിയാണ്. അങ്ങനെ കഴിച്ചു. കുറച്ച് തുണി മടക്കാനുണ്ടായി. തുണിയൊന്നും മടക്കി വെച്ചിട്ടുണ്ടായില്ല. അങ്ങനെ എല്ലാ തുണിയും മടക്കി വെച്ചിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫോൺ വെച്ചപ്പോൾ ഫോൺ ചരിഞ്ഞ് ആകെ പോയിട്ടോ. അത് പിന്നെ മോനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് അവനെ കുറച്ച് നേരം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു. ഇനി അവരെ ഉറക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഇട്ടാൽ ടാറ്റാ.